രാജ്ഭവനിലെ കാവ്യവൽക്കരണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ RSS ഭാരതാംബ ചിത്രത്തിൽ ആശയക്കുഴപ്പത്തിൽ BJP. സമൂഹ മാധ്യമത്തിൽ ദേശീയ പതാക ആലേഖനം ചെയ്ത ചിത്രവും സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധത്തിൽ കാവിക്കൊടിയേന്തിയ ചിത്രവുമായി പ്രവർത്തകർ. രാജ്ഭവനിലെ RSS ചിത്ര വിവാദത്തിൽ നിയമ നടപടികളുടെ സാധ്യതകളും തേടുന്നു സർക്കാർ. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധ പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പിലാണ് BJPയുടെ കേരള ഘടകം സമൂഹ മാധ്യമത്തിൽ RSSന്റെ ഭാരതാംബ ചിത്രം മാറ്റി പോസ്റ്റ് ചെയ്തത്. അവരുടെ പുതിയ ചിത്രപ്രകാരം കാവ്യ പതാകയ്ക്ക് പകരം ദേശീയ പതാകയും ഒപ്പം തന്നെ ഈ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ആ ഭൂപടവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴിതാ ഈ പ്രതിഷേധത്തിലേക്ക് വരുമ്പോൾ അവിടെ കാവിക്കൊടിയേന്ത്യ അതേ ചിത്രവുമായിട്ടാണ് പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. വല്ലാത്തൊരു ആശയക്കുഴപ്പം BJPയിൽ രൂപപ്പെട്ടു വരികയാണോ ഈ പ്രതിസന്ധിയിൽ? തീർച്ചയായും മനു, ഏതായാലും ഈ വിഷയത്തിൽ BJPക്കുള്ളിൽ തന്നെ വലിയ തോതിലുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. കാരണം ഇന്ന് രാവിലെയാണ് ഈ BJPയുടെ ഔദ്യോഗിക പേജിൽ, അതായത് ഔദ്യോഗിക പേജിൽ വന്ന പോസ്റ്റർ, ഇന്നത്തെ ഈ പരിപാടിയുടെ പോസ്റ്റർ, എനിക്ക് പിന്നിൽ കാണുന്ന ഈ പരിപാടി ഇവിടെ ആരംഭിക്കാൻ പോകുകയാണ്. ഈ പരിപാടിയുടെ പോസ്റ്ററാണ് ഇന്ന് രാവിലെ നമ്മൾ BJPയുടെ ഔദ്യോഗിക പേജായിട്ടുള്ള BJP കേരളത്തിലൂടെ കണ്ടത്. ആ BJP കേരളം പേജിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത് ഭാരതാംബ ചിത്രത്തിൽ, അതിൽ ദേശീയ പതാകയുമായുള്ള ഭാരതാംബ ചിത്രമായിരുന്നു. നിലവിൽ നമുക്കറിയാം ഈ വിവാദങ്ങൾ, ഈ വിഷയങ്ങൾ, വിമർശനങ്ങൾ ഒക്കെ ഉയരുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് രാജ്ഭവൻ എന്ന് പറയുന്നത് ഏതായാലും ഗവർണറുടെ നിലപാടുകൾ, ഗവർണർ സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത് RSS ഭാരതാംബയെ എല്ലാ പരിപാടികളിലും അതിന് പുഷ്പാർച്ചന നടത്തി ആ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും വിളക്ക് കൊളുത്തിയും പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ആ ചിത്രം മാറ്റിയെന്ന് പറയുമ്പോഴും ഇവിടെ ഒരു വ്യത്യാസം കാണാനുണ്ട്. ത്രിവർണ്ണ പതാകയ്ക്ക് പകരം കാവിക്കൊടി തന്നെയാണ്. പക്ഷേ ആ ഭൂപടത്തിന്റെ ചിത്രം ആ പതാകയേന്തിയ സ്ത്രീയുടെ പുറകിൽ ഇപ്പോൾ കാണുവാനില്ല. അതായത് ഈ തെറ്റായ ഭൂപടം പ്രചരിപ്പിക്കുന്ന നിയമവിരുദ്ധമാണ് എന്ന ബോധ്യത്തിലേക്ക്, തിരിച്ചറിവിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇവിടെ പ്രദർശിപ്പിക്കുന്ന ചിത്രത്തിൽ ആ ഭൂപടം മാറ്റിയിരിക്കുന്നത്? തീർച്ചയായും മനു, അതായത് നമുക്കിപ്പോൾ നമ്മുടെ ക്യാമറയുടെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിലവിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധത്തിലുള്ള ഭാരതാംബയുടെ ചിത്രം, ആ ഭാരതാംബ ചിത്രത്തിൽ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രമാണ്. പക്ഷേ ഇതായിരുന്നില്ല അവർ രാവിലെ BJP കേരളത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച പോസ്റ്റർ എന്ന് പറയുന്നത്. ആ പോസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഭാരതാംബ, അതായത് ദേശീയ പതാക ഏന്തിയുള്ള ഭാരതാംബ, അതോടൊപ്പം തന്നെ ഇവർ ഈ RSS പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന RSS ഭാരതാംബയുടെ ചിത്രത്തിന്റെ പിന്നിൽ അഖണ്ഡ ഭൂപടം ഉണ്ടാകാറുണ്ട്. അത് ഇന്ത്യയുടെ ഭൂപടം അല്ല, അഖണ്ഡ ഭൂപടമാണ്. അപ്പോൾ ആ ഭൂപടം അടക്കം മാറ്റം വരുത്തിക്കൊണ്ട് ദേശീയ പതാകയുമായുള്ള ഭാരതാംബ ചിത്രമായിരുന്നു അവർ അവരുടെ FB പേജിൽ പങ്കുവച്ചത്. പക്ഷേ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഈ നിലവിൽ ഗവർണർ രാജ്ഭവനിൽ വെച്ചിരിക്കുന്നതിന് സമാനമായ രീതിയിലുള്ള ഭാരതാംബ ചിത്രമാണ്, ഈ RSS ഭാരതാംബ ചിത്രമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഈ ഒരു പ്രതിഷേധത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇത് തന്നെ വ്യക്തമാക്കുന്നു ഏതായാലും ഏത് രീതിയിലുള്ള ആശയക്കുഴപ്പമാണ് BJPക്കുള്ളിൽ നിലനിൽക്കുന്നത് എന്നുള്ളത്. കാരണം സമൂഹം ഒരു ചിത്രം പങ്കുവയ്ക്കുമ്പോൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ ചിത്രത്തിലും അഖണ്ഡ ഭൂപടം അവർ വച്ചിട്ടില്ല അല്ലേ? തീർച്ചയായും ഈ ചിത്രത്തിൽ അഖണ്ഡ ഭൂപടം വെച്ചിട്ടില്ല. പക്ഷേ ദേശീയ പതാകയ്ക്ക് പകരം കാവിക്കൊടിയാണ് നിലവിൽ RSS പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രം എന്നതിന് സമാനമായ രീതിയിൽ ആ രീതിയിലുള്ള ചിത്രം തന്നെയാണ് ഇവിടെയുള്ളത്. പക്ഷേ അഖണ്ഡ ഭൂപടം ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്, അത് ഇതിൽ പ്രദർശിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPക്കുള്ളിൽ തന്നെ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം അവരുടെ സോഷ്യൽ മീഡിയയിൽ ഒരു തരത്തിലുള്ള പോസ്റ്റർ വരുന്നു, പക്ഷേ അതിന് വ്യത്യസ്തമായ രീതിയിൽ ഉള്ളൊരു പോസ്റ്ററാണ്, ചിത്രമാണ് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവരുടെ പ്രതിഷേധത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഈ പരിപാടിയുടെ തന്നെ പ്രചരണാർത്ഥം തയ്യാറാക്കിയ പോസ്റ്ററിലായിരുന്നു നമുക്ക് രാവിലെ അതായത് ദേശീയ പതാക ഏന്തിയുള്ള ഭാരത മാതാവിനെയും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മനു, ഇവിടെ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം വന്നിട്ടുണ്ടോ ഷീജ? കാരണം ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒന്ന്, RSSന്റെ ഭാരതാംബ എന്ന് പറയുന്ന ആ ചിത്രം രാജ്ഭവൻ ഗവർണർ തുടർച്ചയായി പ്രദർശിപ്പിക്കുന്നു. അതിനെതിരായ ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിക്കുന്നു. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന നിലപാട് പൊതുസമൂഹം പരക്കെ അംഗീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെയാണല്ലോ ഇവർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. ആ പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള
അറിയിപ്പിൽ പോലും RSSന്റെ ചിത്രം പതിക്കാൻ BJP തയ്യാറായിരുന്നില്ല. അതാണ് വസ്തുത. പക്ഷേ പ്രതിഷേധ വേദിയിലേക്ക് വരുമ്പോൾ അവിടെ ആ ചിത്രമുണ്ട്. എന്നാൽ ആ ചിത്രത്തിൽ അഖണ്ഡ ഭൂപടം ഇല്ലതാനും. തീർച്ചയായും മനു, ഏതായാലും ഇതിൽ BJPയുടെ മുതിർന്ന നേതാവ് S. സുരേഷിന്റെ ഒരു പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇതിനകം വന്നിട്ടുള്ളത്. അതിൽ പറയുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് അവർ ആ രീതിയിൽ കാവിക്കൊടി എന്നതിനെയും അല്ലെങ്കിൽ ദേശീയ പതാകയെയും അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ കാണുന്ന ഒന്നല്ല എന്നുള്ളൊരു വിശദീകരണവുമായാണ് ആ ഒരു ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെയുള്ള ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെയുള്ള ഈ ഭാരതാംബ ചിത്രത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് തീർച്ചയായും RSSന്റെ ഭാരതാംബ ചിത്രം തന്നെയാണ്. അതിനൊപ്പം തന്നെ പക്ഷേ അതിൽ ഒരു മാറ്റം ഉള്ളത് ഈ പറയുന്ന അഖണ്ഡ ഭൂപടം അതിൽ ഇല്ല എന്നുള്ള കാര്യം ആ ചിത്രത്തിൽ ഇവിടെ നിലവിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഈ ചിത്രത്തിലും ഇല്ല എന്നുള്ളതും ഇല്ല എന്നുള്ളതും ഈ ഒരു ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ ഇതിൽ നിന്നും കൃത്യമായ രീതിയിൽ രണ്ട് പോസ്റ്ററുകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് BJPയുടെ പ്രവർത്തകർ തയ്യാറാക്കിയത് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. കാരണം ആ രീതിയിലുള്ള രാഷ്ട്രീയക്കുഴപ്പം അവർക്കുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. കാരണം ഒരു ഘട്ടത്തിൽ രാവിലത്തെ ഈ പോസ്റ്റർ വന്നതിലൂടെ അവർക്കുള്ളിലെ തന്നെ അതൃപ്തി പുറത്തു വരുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ ഒന്നും തന്നെ പുറത്തു വരാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട് BJP നേതൃത്വം.